ശരിയാവില്ല കേട്ടോ. ഞാൻ അന്നേ പറഞ്ഞിട്ടല്ലോ വക്കീലെ, ഒരു പൂ പോലും ആ ഇതിന് അർപ്പിക്കാതെ നിങ്ങൾ എന്ത് MT പ്രകാശനം നടത്തി? ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് 4 പൂ വാങ്ങി വന്നപ്പോൾ നിങ്ങളുടെ പരിപാടി തുടങ്ങി. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മീറ്റിംഗിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, MTയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ വളരെ ആദരവോട് കൂടി ഒരു പൂ പോലും, അപ്പൊ നിങ്ങൾ തീർച്ചയായും പറഞ്ഞ് തള്ളിയില്ല. ഞാനും ഇതിന്റെ ആളെ, നിങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ നിന്നല്ലോ പുസ്തകം വാങ്ങാൻ. ഞാൻ ശ്രീനാടിന്റെ അടുത്തുനിന്ന് 20 രൂപ കടം വാങ്ങിയിട്ടാണ് പൂ വാങ്ങിയത്. അത് വളരെ 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 മോശമായി. ഇല്ല സാറേ, മോശമല്ലേ? അല്ലേ? മോശമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് എന്നോടൊപ്പം വേണം. ഇവര് ചിലപ്പോൾ സമ്മതിക്കില്ല. ഈ ഒരു മഹാനുഭാവന്റെ മുമ്പിൽ നിങ്ങൾക്കറിയോ, മലയാളിയുടെ ഗൃഹാതുരതയുടെയും സ്വപ്നങ്ങളുടെയും വാസ്തുശില്പങ്ങളാണ് MT നമുക്കായി പണിതു വെച്ചത്. അല്ലേ? ശരിയല്ലേ? വസന്തം വിട പറഞ്ഞിട്ടും കൊഴിയാതെ വിടർന്നു നിൽക്കുന്ന പൂ പോലെ MT പകർന്നു നൽകിയ കാവ്യാത്മകതകൾ മാതൃകകളില്ലാത്തതാണ്. ഇല്ലേ? നിങ്ങൾ പറയില്ലേ? ഇല്ലേ മാഷെ? നിങ്ങൾ പറയില്ലേ? പറയും, നിങ്ങളൊക്കെ പറയും. മലയാളിയുടെ മുഴുവൻ ഹൃദയ സഞ്ചാര രഹസ്യങ്ങൾ പിടിച്ചെടുക്കുന്ന അനാദൃശമായ കാന്തതയാണ് MT. ഇല്ലേ മാഷെ? നിങ്ങൾ പ്രസംഗിക്കല്ലേ? ഇല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ നടക്കുമ്പോഴേ പുസ്തകപ്രകാശനം ഒക്കെ നിങ്ങൾ നടത്തിക്കോളൂ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാനും ഈ കലയിലൊരു മെമ്പറല്ലേ? അല്ലേ? നിങ്ങളൊക്കെ ഇല്ലേ എന്റെ കൂടെ? അല്ലേ? ആദരവോട് കൂടി ഇത് സമർപ്പിക്കാൻ ആരാ വിളിച്ചേ? പരിശുദ്ധമല്ലാത്ത ശബ്ദം ഉണ്ടല്ലോ. ആരാ എന്നെ വിളിച്ചേ? ആരാ വിളിച്ചേ? കേൾക്കണില്ലേ നിങ്ങള്? ഇല്ലേ? കാവൽക്കാരനോ? വക്കീലെ, ഇന്നും തടയാനാ? പോലീസല്ല, പട്ടാളല്ല, കാവലായാലും. അല്ലെങ്കിൽ തന്നെ എന്തൊരു കാവൽക്കാരൻ കൂടെ നോക്കി നിങ്ങള്. ഞാൻ കോളേജിൽ പഠിച്ച രാജാപ്പാട്ട് കൊച്ചാപ്പിയിലെ പഠന പോലെ ഉണ്ട്. ഓ, നിപ്പ് കണ്ടില്ലേ? ഓ, നാടകം കളിക്കാനുള്ള ആളാവൂലേ? MTയുടെ ഗോപുര നടയിലെ കാവൽക്കാരൻ. എനിക്കറിയാം MTയുടെ ഗോപുര നടയിലെ കാവൽക്കാരൻ. അങ്ങനെയാണെങ്കിൽ വരൂ, നാടകക്കാരെ വരൂ, നമുക്ക് ഒന്നിച്ച് ഈ പുഷ്പം MTക്ക് മുമ്പിൽ സമർപ്പിക്കാം. ഞാൻ നാടകക്കാരനല്ല, കാവൽക്കാരനാണ്. എന്റെ ആയുധവുമായി തമ്പുരാന്റെ ഗോപുര നടത്തി കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ. നിമിഷം ആ ഗോപുര നടക്ക് മുകളിലാണെന്ന് ഞാനൊന്ന് ഓർത്തുപോയി. സ്തുതിഗീതം കേട്ട് മടുത്തടങ്ങി പോകുന്നതാണ് ഞാൻ. സ്തുതിയാണേലും ഒരുപാട് കേൾക്കുമ്പോ വല്ലാത്ത അസ്വാരസ്യമാകും. അല്ലേ? അല്ലെങ്കിൽ തന്നെ തമ്പുരാന്റെ ഹൃദയവും പ്രയോഗം നിശ്ചയിക്കാൻ ഞാനാര്? നിങ്ങളാര്? നിങ്ങൾക്കറിയോ? രത്നങ്ങളുടെ മുകളിലാണത്രേ കിടപ്പ്, പക്ഷേ പെരുമാറാൻ ചെമ്പ് തൊട്ടുകൂടിയില്ല കയ്യിൽ. ശാപവും അനുഗ്രഹവും ആ വിരൽത്തുമ്പിലാണ്. പക്ഷേ എപ്പോഴും നിർവികാരതയാണ് ഭാവം. വാക്കാലും മേൽക്കാലും അകത്തളങ്ങളിൽ, അങ്കക്കലി കൊണ്ട് ചേവാന്മാർ പാളയങ്ങളിൽ, എന്നിട്ടും പൊട്ടിപ്പൊളിഞ്ഞ ഗോപുര നടയ്ക്ക് കാവൽ വേണം. ഉപദേശിക്കാൻ ഞാനാര്? നിങ്ങളാര്? കാവലിൽ നിന്ന് തുതിഗീതം കേട്ട് മടുത്തു. ഇപ്പോ
തമ്പുരാന് മുമ്പിൽ എന്റെ രാജകീയ ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് 2 തുള്ളി കണ്ണീര് കൊണ്ട് ആത്മഹത്യക്ക് നടത്താൻ വന്നതാ. പൊറുക്കണം. നല്ല ഉറക്ക. ഊക്കം വലിക്കുമ്പോ കണ്ടത്തിലൂടെ ഉരുണ്ടു മറിയണ മോഴ കാണാൻ നല്ല രസ. രോമം നിറഞ്ഞ തടിച്ച കൈകളും തടിച്ച വിരലുകളും അറപ്പ. അതുകൊണ്ട് കൈത്തട്ടയ്ക്ക് കടന്നു പിടിച്ച അറപ്പാണ് എനിക്ക്. തവളയെ ചവിട്ടിയപ്പോഴുള്ള അറപ്പ്. ഒരു ദിവസം ആ കൈ ഞാൻ വെട്ടിയെടുക്കും. വലിയൊരു മണവാക്കത്തി കൊണ്ടുവന്ന് സൂക്ഷിക്കണം. എന്നിട്ട് കൈകളിങ്ങനെ പരത്തി വെച്ച് കിടക്കുമ്പോ ആരും കാണാതെ പുറകിലൂടെ വന്ന് പിറ്റേ ദിവസം രസം. ഇതൊന്നും ഭ്രാന്തല്ല കാളിയമ്മേ, അഹമ്മദിയാന്ന് പറഞ്ഞ് തല്ലാൻ തയ്യൊങ്ങുമ്പോ എന്നിട്ട് കയ്യൊക്കെ അന്വേഷിച്ച് വീട്ടിലും തൊടിയിലും ഒക്കെ നടക്കും. കുട്ടിയല്ലേ സുഖദക്ഷിണം ഇതൊക്കെ കാണാൻ എനിക്ക് കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. സുഖദക്ഷിണം 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 സുഖദക്ഷിണം. കാണാൻ എന്ത് രസാന്ന് പറയണ എന്റെ അമ്മുക്കുട്ടി. കുട്ടികളുടെ സുഖമൊക്കെ മാറുന്നു പറയണ അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിയെ കാണാൻ എന്ത് രസ. ചുരുളുകള് ചന്ദ്രൻ കിടക്കുന്ന മഞ്ഞക്കുപ്പായം, പടുത്ത ഒളവുമാങ്ങേന്റെ കവിള്, എന്ത് ഭംഗിയ. അമ്മുക്കുട്ടി അമ്മുക്കുട്ടി തൊട്ടോട്ടെ.
വന്നിരിക്കുക. കുട്ടിത്താടി ഇനി വിളക്കത്ര കോയിന്ന വന്ന മുന്നിൽ ചെന്നിരിക്കാൻ മടി കാണിക്കില്ലേ ഞാൻ. എന്ത് രസാ കുട്ടീനെ കാണാൻ. കറുത്ത കറിയുള്ള മുണ്ട്, പൂവെള്ള നിറ. ജനാലയ്ക്ക് വന്ന് നിൽക്കുമ്പോ മട്ടിപ്പശേരി കഴുപൂവിന്റെ എന്ത് നല്ല മണ. അത് ആ മണം ഇങ്ങനെ മൂക്കിക്ക് അടിക്കുമ്പോ തന്നെ കോഴിക്കാട്ടത്തിന്റെ ഗന്ധ. ഞാൻ തൊട്ടപ്പോ അമ്മക്കുട്ടിയുടെ മേലെ ചെടി പറ്റിയിട്ടുണ്ടാവോ? അവക്ക് അറപ്പ് തോന്നിയിട്ടുണ്ടാവോ? അയ്യേ, ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മതിയാവും. എത്ര അടിയാ കിട്ടാന്നറിയോ? എത്ര അടിയാ കിട്ടാന്നറിയോ? എല്ലാവരും തല പൊട്ടി തെറിക്കട്ടെ, എല്ലാവരും തല പൊട്ടി തെറിക്കട്ടെ. അമ്മാമേന്റെയും അച്ഛനായരെയും അമ്മായിന്റെയും വല്യമ്മേന്റെയും ഒക്കെ ശങ്കരൻകുട്ടിന്റെ തല പൊട്ടി പൊട്ടി തെറിക്കട്ടെ. ശങ്കരൻകുട്ടിന്റെ തല പൊട്ടി പൊട്ടി തെറിക്കട്ടെ. ശങ്കരൻകുട്ടിന്റെ തല അമ്മാവുണ്ടാവും. ഓലമടല് കൊണ്ട് ഉമ്മറത്ത് കാത്തിരിക്കണെന്നെ. ഉമ്മറത്ത് തന്നെ കണ്ട വീട് പുതുക്കുമാറുള്ള വെളിയാ. അച്യുതൻ അപ്പോ എവിടെന്നെങ്കിലും ചാടിക്കുള്ളിൽ എത്തുവായി. ഉമ്മറത്തന്നെ കാണാൻ പാടില്ല അത്ര. ഉമ്മറത്തിട്ട് തല്ലില്ല, മുത്തശ്ശിയുടെ മുമ്പിലും തല്ലില്ല. പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട പലാക്കാണോ? തൊലി പൊളിഞ്ഞു പോണതല്ല, തൊലി പൊളിഞ്ഞു പോണതല്ല. ഇനി അമ്മമായോ മറ്റേ കണ്ടാലോ? അയ്യോന്റെ അച്ഛനന്മാരെ ആരായി പുറത്തെത്തിയെ നോക്കിയേ. അല്ല, എങ്ങട്ടാ എഴുന്നള്ളത്ത്? തടിച്ച ചൂണ്ടും പാണ്ട് പിടിച്ച ചൂണ്ടും തള്ളയുടെ ചൂണ്ട് കാണുമ്പോഴേ ഒക്കാണ് വരും. കുന്നിന്റെ മോളിൽ കയറിയിട്ട് വലിയ വെള്ളാരം കല്ല് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് അച്യുതൻ നായരെ നീട്ടി പിടിക്കുമ്പോ വാഴയിലൊരു ഒറ്റ പിരികല തള്ള പിശാചു. ശങ്കരൻകുട്ടി അവൻ വെറുതെ ചിരിക്കും. ഞാൻ എന്ത് കാണിച്ചാലും ഹാർട്ട് ചിരിക്കും. എന്നിട്ട് കൂടെ കുട്ടികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നോക്കിയാണേ ഈ വേലായുധേട്ടന് നൊസ. ഓന്റെ തല പൊട്ടിത്തെറിക്കട്ടെ, ഓന്റെ തല പൊട്ടിത്തെറിക്കട്ടെ. പക്ഷേ അമ്മുക്കുട്ടി പാവ, അമ്മുക്കുട്ടി പാവ. അവർക്ക് മാത്രം ഒന്നും വരുത്തരുത്, അവർക്ക് മാത്രം ഒന്നും വരുത്തരുത്. ആരാ ആരാ ആരാണ് ആരാ? അമ്മുക്കുട്ടിയോ? അമ്മുക്കുട്ടിയോ? അമ്മിക്കുട്ടി അല്ലേ? അമ്മിക്കുട്ടി
എനിക്കൊരു മുണ്ടോണ്ട് തരോ? ശങ്കരൻകുട്ടിയെ, ശങ്കരൻകുട്ടിയെ, ഇല്ല, ഞാൻ തല്ലില്ല, ഞാൻ തല്ലില്ല. ചമ്മലൊന്ന് അടിച്ചു തരുമോ? ചമ്മലൊന്ന് അടിച്ചു തരുമോ? ശങ്കരൻകുട്ടിയെ, മുത്തശ്ശി ഒന്ന് വിളിക്കോ? എന്തൊക്കെയാ എത്രയൊക്കെ കാലം എന്റെ തലയ്ക്ക് മുകളിലൂടെ ഒഴുകി പോയത്. അമ്മുക്കുട്ടിയെന്ന് വിളിക്കും. അമ്മുക്കുട്ടിന്റെ കല്യാണം അടുത്ത മാസം. അമ്മുക്കുട്ടിന്റെ കല്യാണം എനിക്കറിയാം, എനക്ക് പൊറക്കം വരൂലാന്ന് എനിക്കറിയാം. എന്തോട്ട് കാണാണ്ടാച്ച് കാണുന്നത്? പിന്നെ ഓണാമൊക്കെ ഇന്റെ അടുത്ത സുഖായിത്തരം നോക്ക്. അന്റെ ഒക്കെ പ്രായം കഴിഞ്ഞിട്ടാ ഞമ്മടെ താടി ധരിച്ചേക്കണത്. ഏത് ചെന്താ വിൽക്കണെന്ന് എന്നോട് നമ്മൾ ചോദിക്കണത് എനക്ക് പൂച്ചിക്കണോ? അനക്ക് നബീസുനെ പിടിച്ചിക്കണോ? അതന്നെ അതന്നെ എനക്ക് ഞാൻ പാട്ടിയെ ഞമ്മക്ക് നടത്തും. ഞമ്മക്ക്
എന്റെ മായി തണ്ടും തടിയുള്ള 3 ചെക്കന്മാര് ഞമ്മക്കുണ്ടായി. പക്ഷെങ്കില് പഠിച്ചോന്നത് വിധിച്ചൊരു പാട്ടി പഠിച്ചോന്നല്ലേ ശരിക്കിന്റെ ഹൈദ്രോസിനെ പോലെ പാട്ടി ഇത് കഴിയണ്ട. ഇത് ഞമ്മക്ക് നടത്താം. ഇത് നമ്മൾ ഏത് ബലാലായി നട്ടപ്പാതിര നേരത്തിന് വാപ്പടിയൊക്കെ കയറിച്ചൊന്നും നിക്കാം. പിടിച്ചോ. അല്ല ഇജ് പോരുന്ന വേണ്ട വേണ്ട വേണ്ട. ഇജി നബിസുനിക്കിരാവ് കണ്ട് കിടന്നോ. ആരംഭ പുതുമാരൻ ഇത വരുന്നേ. ആരംഭ പുതുമാരൻ ഇത വരുന്നേ. ഈ ഭൂമിയില് നല്ല മനുഷ്യന്മാർക്കൊന്നും രാത്രി ഉറക്കം വരൂല. നബീസിനെ കിട്ടാഞ്ഞിട്ട് എന്റെ കുട്ടി വിസ്മിക്കണ്ട. അതങ്ങനെ തന്നെയാടാ. മനുഷ്യന്മാര് വിധിച്ചണമെന്നല്ല പടച്ചോ അമ്മൂപ്പര് വിചാരിച്ചിരിക്കണത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ പടച്ചോന്റെ അടുത്ത് നടപ്പായ ഈ ദുനിയാവ് ഇങ്ങനെയാണോ? എന്റെ മനസ്സില് നബീസിനെ കുറിച്ചുള്ള കിനാവ് തന്നത് നമ്മളാ. എന്താ ചെയ്യാ? കാലം പോയ പോക്കല്ലേ. എന്താ ചെയ്യാ? കാലം പോയ പോക്കല്ലേ. മഹാപ്രസ്ഥാനത്തിലുള്ള സമയമായിരിക്കുന്നു. മുമ്പേ നടന്നവർ അകലെത്തി കഴിഞ്ഞു. മഹാമേരുവിലൂടെയോ വീഴാത്തവരെ സ്വീകരിക്കാനായി ദേവരഥം ഒരുങ്ങി നിൽക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക്. വിയർപ്പില്ലാത്ത, വിശപ്പില്ലാത്ത, ക്രോധാദികളില്ലാത്ത ജിതേന്ദ്രിയുടെ ലോകം. അവിടെയും കാത്തിരിക്കുന്നുണ്ടാകും ഒരു 2ാം പീഠം. ഈ 2ാം മുഴക്കാരനായുള്ള പീഠം. ആ പീഠം എനിക്ക് ആഗ്രഹമില്ല. കാരണം ഭീമൻ ഒരിക്കലും ജിതേന്ദ്രിയനല്ല. ഭീമൻ ഒരിക്കലും ജിതേന്ദ്രിയനല്ല. കണ്ടില്ലേ നിങ്ങൾ? ദ്രൗപദി നിശ്ചലയായി കിടക്കുന്നു. പക്ഷേ അവർക്കിപ്പോൾ താമരപ്പൂവിന്റെ ഗന്ധമല്ല, മനുഷ്യന്റെ നാട്ടിൽ. എന്നിട്ടും ഈ മധ്യവയസ്സിലും ഞാനങ്ങനെ വല്ലാതെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഭീമൻ എങ്ങനെ ജിതേന്ദ്രിയനാകും? നോക്കൂ, എന്റെ രാത്രികൾ പലതും നിദ്രാവിഹീനങ്ങളാണ്. ഈ കൈകൾ കൊണ്ട് മരണം പറഞ്ഞവരോർത്തല്ല. കൃഷ്ണനും കൃഷ്ണദൈവായനും നേടിക്കൊടുത്ത ആദ്യ ജീവനും കൊണ്ട് മുഴുവേറ്റലഞ്ഞ് കാട്ടിലറിയും അശുദ്ധമാവ് എന്റെ ശത്രു. അവനെ കാത്ത് എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളായിരിക്കുന്നു. കത്തുന്ന പടകുടീരത്തിന്റെ വെളിച്ചത്തിൽ രുദ്രന്റെ വാളിൽ ഉറങ്ങുന്നവരുടെയും ഉണർന്നിരിക്കുന്നവരുടെയും ചോരയാൽ അഭിഷിക്തനായ അശുദ്ധമാവനെ തേടി വിജയൻ
വിജനതയിൽ നിന്ന് വിജനതയിലേക്ക് സഞ്ചരിക്കുമ്പോഴെല്ലാം ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ രണ്ടാം പീഠത്തിന് എനിക്ക് അർഹതയില്ല. ഭീമന് വേണ്ട. അങ്ങേ നോക്കാട്ടെ. കവാർത്തയായി ആ കറുത്ത പെണ്ണ് എന്റെ ഇടമ്പിൽ നീന്താത് ആ കാട്ടിലലിയുമ്പോൾ ഭീമനെങ്ങനെ ജിതേന്ദ്രിയനാകാൻ പറ്റും? എനിക്ക് മടുത്തു. രണ്ടാം മുഴക്കാരനായുള്ള വേഷം എനിക്ക് മടുത്തു. ഈ രണ്ടാം മുഴക്കാരന് നായകനാക്കിയ മഹാപ്രഭു അങ്ങെങ്കിലും എന്നോട് കരുണ കാണിച്ചുവല്ലോ. എന്റെ അച്ഛനാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കൊടുങ്കാറ്റിൽ നിന്നും ഒരാൾ ചണ്ടമാരുടെ പോലെ കടന്നു വന്നു. അതൊരു കാട്ടാണ്. അത് പറയുമ്പോ എന്റെ അമ്മയുടെ മുഖത്ത് രോഷത്തിന്റെ ചിന്തീനാളങ്ങൾ പടരുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്റെ കായഭരം കൊണ്ട് കൗരവംശത്തെ മുഴുവൻ കുരുവിൽ പടർന്നവരെല്ലാവരെയും യമപുരിക്കടിച്ചപ്പോൾ ഹസ്തിനപുരിയുടെ രാജാവായി യുധിഷ്ഠിരൻ ഈ രണ്ടാം മൂഴക്കാരനെ നിശ്ചയിച്ചപ്പോൾ ധർമ്മശാസ്ത്രവും രാജനീതിയും അറിയാത്ത ഭീമൻ രാജാവാകേണ്ടെന്ന് അമ്മ ശപിച്ചു. പിതാവ് കാട്ടാളനായതുകൊണ്ട് ഗോദരൻ എന്ന നാഴികയ്ക്ക് 40 വട്ടം ചുറ്റുമുള്ളവർ പരിഹസിക്കുമ്പോഴും എന്നെ നായകനാക്കിയ വ്യാസ അങ്ങേക്ക് മുമ്പിൽ ഞാനൊന്ന് നമിച്ചോട്ടെ. ഉണ്ണീഹം വന്നു, അച്ഛനും വന്നില്ലാച്ചാലും മേളം നടക്കാണ്ടിരിക്കില്ല. എവിടുന്നൊക്കെയാ ആൾക്കാർ വരണേ? ഇക്കുറി ഗുരുതി കേമാവച്ച തുടങ്ങിയതായി അച്ഛന്. നാരായണി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ. നാരായണി, അമ്മനെ, കുട്ടികളാരും ഇല്ല ഇവിടെ. ഒരു ഗ്ലാസ് വെള്ളം തരാൻ. ആരായി സന്ധ്യക്ക് വാതിൽ കുട്ടിയടിച്ച് കിടക്കുന്നത്? അസ്ത്രീകളാണ്. നാരായണി, അമ്മനെ, വാതിൽ തുറക്കാൻ. നാല് മക്കളെ പെറ്റ നീയോ നാരായണി? എന്റെ 4 മക്കളെ പെറ്റ നീയോ നാരായണി? ഭഗവതി, ഭഗവതി, ഭഗവതി.